ശാക്തേയരുടെ പ്രിയപ്പെട്ട ഭൂമിയാണ് കാമാക്യ, പിന്നെ കാശിയാണ്. ചുറ്റുപാടും ഭഗവതിയുടെ 10 വിഭൂതികളുണ്ട്. അതുകൂടാതെ നിത്യം അവിടെ ബലിയാണ്. അപ്പൊ നിത്യം ഈ ദശമഹാവിദ്യകളുടെ മുമ്പിലെല്ലാം ബലി നടക്കുന്നുണ്ട്. അപ്പൊ തന്നെ എനർജറ്റിക് അല്ലേ ഭഗവതിയുടെ 10 വിഭൂതികളും ചുറ്റുപാടും ഇരിക്കുമ്പോ അതിന്റെ എനർജി നമുക്ക് 1 കിലോമീറ്റർ അപ്പുറത്തൊന്ന് ശരിക്കും ഇതൊന്ന് തള്ളു പറയാന്ന് പറയും. ചിലപ്പോ തള്ളൊന്നല്ല, അത് നമുക്ക് ഫീൽ ചെയ്യും. ഭാഗവതം എടുത്ത് നോക്കി വെക്കുമ്പോ ഗംഗാദേവി കാമാക്യനെ കാണാൻ പോവാണ്. അങ്ങനെ ജാനവി മഹർഷി ഗംഗന് വിഴുങ്ങി. നമ്മുടെ ശരീരം പകുതി തണുത്തു തുടങ്ങി. പിന്നെ 3 വെടിപ്പ്. ഇതൊന്നും പറഞ്ഞ ഒരു പക്ഷെ അങ്ങനെ വെറുതെ ഇത് പറയാന്ന് പറയും, അല്ല 3 ഇടിപ്പിടിച്ചു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കും. അപ്പൊ എന്റെ കണ്ണു കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ഗംഗാമ്മയാണ്. കുഞ്ഞുട്ടിയമ്മ നമസ്കാരം. നമസ്കാരം. നമസ്തേ എല്ലാവർക്കും. അമ്മ കുറെ യാത്രകളിലായിരുന്നു എന്ന് കേട്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയിലെ അനുഭവങ്ങൾ? യാത്രകള് കുറെ 2018 മുതലാണ് യാത്ര ആരംഭിക്കുന്നത്. അതായത് ഇവരെ കണ്ട പിന്നെ ഗംഗയുടെ വാലുള്ള സച്ചി കണ്ട പിന്നെയാണ് യാത്രകൾ ആരംഭിക്കുന്നത്. അത് തുടക്കം തന്നെ നമ്മള് ചിത്രമൂല ഗുഹ. അപ്പൊ ഇവരെ കാണുമ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം, 3 കാര്യം ഉണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം മൂകാംബികയിൽ കൊണ്ടുപോകണം, അതായത് ചിത്രമൂല ഗുഹയിൽ കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഞാൻ യന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒട്ടനവധി ഒരു 3000-ൽ മേലെ യന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ യന്ത്രം എഴുതാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനൊരു ഏകലവ്യനെ പോലെ യന്ത്രങ്ങൾ എഴുതാൻ തുടങ്ങിയത് ഒരു പണ്ഡിറ്റ് എൻ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. യന്ത്രം എഴുതാൻ ഞാൻ നോക്കി, യന്ത്രം എഴുതുന്നത്, അതിൽ യന്ത്രം വരച്ചിട്ടില്ല, എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് കുഞ്ഞുട്ടിയമ്മോട് ചോദിക്കും ഇതിന്റെ അടുത്ത ഇതൊക്കെ. അപ്പൊ എനിക്കത് അങ്ങനെ ഡയറക്ഷൻ കിട്ടുന്നതാണെന്നുള്ളത്. അപ്പോ ഇവരെ കണ്ടപ്പോ എനിക്കറിയില്ല ഇവരുടെ ഗുരു ആണ് അതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തെയാണ് യന്ത്രത്തില് സങ്കല്പിച്ചിട്ട് അങ്ങനെ മനസ്സിലെഴുതി. അപ്പൊ ഇവരെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ചോദിച്ചത് എനിക്ക് കാമാക്കി പോകണമെന്നാണ്. അങ്ങനെ 3 കാര്യമാണ് ഇവരോട് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇവരെ പരിചയപ്പെട്ടു. ഇവരെ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ പറഞ്ഞു എന്റെ ഗുരു ആണ് കൃഷ്ണൻ നായർ, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് യന്ത്രം എഴുതാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് കൊണ്ടേ കാണിച്ചു തരണം പറഞ്ഞു. അങ്ങനെ ചോറ്റാനിക്കരയിൽ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുഗ്രാമം പോലെ ഒരു സ്ഥലത്താണ്. കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങളന്ന് ഒരു 4-5 കിലോമീറ്റർ കിടന്ന് വട്ടം കറങ്ങിയിട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ എത്തി. അദ്ദേഹത്തെ കണ്ടു. മരിക്കണായിട്ട് 1 മാസം മുമ്പേ പോയിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് വന്നു. ഈ പണ്ഡിറ്റൻ കൃഷ്ണനാര അവസാനം എഴുതിയ ബുക്കാണ് തിരുക്കുറൾ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കാമാക്കിയാണ്. അപ്പൊ കാമാക്കി ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ശ്രമിക്കുന്നതാണ് കാമാക്കിയെ പോകാൻ. എനിക്ക് ഈ ശക്തയ ദേവിയെ ഉപാസക ഇല്ല, മുന്നേ പോയിട്ടില്ല. ഇത്തവണ പോയി. പോയത് അങ്ങോട്ട്. അപ്പോ ദേവി ഉപാസകയായ കാരണം തന്നെ ദേവി ക്ഷേത്രങ്ങളോട് വളരെ താല്പര്യമാണ്. അഘോര മന്ത്രങ്ങളും യോനി പൂജയുമായിട്ട് ഏറ്റവും അതെ 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 ശാക്തേയരുടെ പ്രിയപ്പെട്ട ഭൂമിയാണ് കാമാക്യ, പിന്നെ കാശിയാണ്. അപ്പൊ കാമാക്യയില് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർച്ചിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ ഫ്ലൈറ്റിന് പോകണത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് എത്തും. മറ്റത് എനിക്ക് കുളിക്കണം, അത് 2 നേരം കുളിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. ഈ ഉപാസന തുടങ്ങിയ പിന്നുള്ളതാ. അപ്പോ അതുവരെയുള്ള ജീവിത രീതി അല്ലല്ലോ ഉപാസന തുടങ്ങിയതിന് ശേഷമുള്ളത്. അപ്പൊ ഈ ട്രെയിനിലാകുമ്പോ എനിക്ക് കുളിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ അതല്ല വേഗം എത്തും ചെയ്യില്ല. നോർത്തിലേക്ക് പോകുന്നതോറും നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, നമുക്കത് അനുഭവം ഉണ്ട്. അപ്പൊ എന്നാ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത് മാർച്ചിലാണ്. മാർച്ചിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ മെയ് 1-ാം തീയതി പോവാന്നാ വിചാരിച്ചു. അപ്പൊ അന്ന് പൈസ ഫെയർ കൂടുതലാ. അപ്പൊ എന്നാ 6-ാം തീയതി ബുക്ക് ചെയ്യാൻ നോക്കി നോക്കുമ്പോ മെയ് 6-ാം തീയതി ആകുമ്പോ 9-ാം തീയതി പ്രതിഷ്ഠാദിനാണ്, ഭഗവതിയുടെ പ്രതിഷ്ഠാദിനാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്കൊരു 12-ാം തീയതിക്ക് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടും മെയ് 12-ന് ബുക്ക് ചെയ്തു മാർച്ചില്. അപ്പൊ ഇവരുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ബുക്ക് ചെയ്യുമ്പോഴൊന്നും അമ്മയ്ക്ക് കുഴപ്പമില്ല. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കയറി ഇവിടെ ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേനും പെങ്ങളെ ഫോൺ വന്നു, അമ്മയ്ക്ക് സുഖമില്ല അധികമാണെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ പോയേ പറ്റുള്ളൂ. കാരണം ആ ദിവസം എനിക്ക് പോയില്ലെങ്കിൽ ഈ വർഷം എനിക്ക് പോകാൻ പറ്റില്ല, അടുത്ത് പോകാൻ പറ്റൂലേ ചിലപ്പം. അന്നാണെങ്കിൽ പൗർണമി, ബുധപൂർണിമയാണ്. അപ്പൊ ഞാന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാന് അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ആധാർ കാർഡ് ഉണ്ടല്ലോ, ആധാർ കാർഡ് എടുത്ത് ഷഫിൾ ചെയ്തിട്ട് എനർജി എടുത്തു. എനർജി എടുത്തപ്പോ തണുത്ത് ഇങ്ങനെ ഐസിൽ വെച്ച പോലെ എന്റെ കൈയായി. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു നമ്മുടെ ശരീരം പകുതി തണുത്തു തുടങ്ങി. പിന്നെ 3 വെടിപ്പ്. ഇതൊന്നും പറഞ്ഞ ഒരു പക്ഷെ അങ്ങനെ വെറുതെ ഇത് പറയാന്ന് പറയും, അല്ല 3 ഇടിപ്പിടിച്ചു.
അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കാം. അപ്പൊ എന്റെ കണ്ണു കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ കാരണം വെച്ചാൽ ഈ ഒരു സിറ്റുവേഷനും പുള്ളി എന്റെ കൂടെ വരികയാണ്. അമ്മയെ കാണാൻ പോലും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കണ്ണീരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മുഖം ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇത് ചെയ്യണത്. അപ്പൊ 3 കാർഡ് അവിടെ നഷ്ടപ്പെട്ടു. ഫ്ലൈറ്റിൽ 3 കാർഡ്, എന്റെ ആധാർ കാർഡിൽ 3 കാർഡ് ഫ്ലൈറ്റ്. അപ്പൊ എനിക്ക് കിട്ടിയ കാർഡ് നഷ്ടപ്പെടലുകൾ വർദ്ധിക്കും, അനാവശ്യങ്ങളെ ഉപേക്ഷിക്കുക. അപ്പൊ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചാണെങ്കിലും എനിക്ക് ആ യാത്ര തുടർന്നാണ് കാർഡ് കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യും? ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത്. ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എന്നെ അവിടെ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അപ്പൊ മരിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് കാർഡിൽ എനിക്ക് കണ്ടു 10:20. അങ്ങനെ ഫ്ലൈറ്റ് സ്വിച്ച് ഓഫ് ആക്കി നോക്കാൻ നേരത്ത് ഫ്ലൈറ്റ് മോഡിലിട്ടു. 2 ഫോണും ഫ്ലൈറ്റ് മോഡിലിട്ടു. ഫ്ലൈറ്റ് എടുത്തു. പിന്നെ ഓൺ ആക്കണത് 3 മണിക്കാ, അവിടെ ഇറങ്ങണത് 3 മണിക്കാ. അപ്പൊ ഓണാക്കിയതും ഇവരുടെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അറിഞ്ഞില്ലേ ചോദിച്ചു. അപ്പൊ എനിക്കറിയാം ഇത് സംഭവിക്കുന്ന എനിക്കറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴാന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചത്. അപ്പൊ 11 മണിക്ക്, ഇന്ന് രാവിലെ 11. അപ്പൊ ഞങ്ങൾ 10:20 ഞാൻ ഇതൊക്കെ ഇവരോട് പറയണം. അപ്പൊ പിന്നെ ഈ ആളുടെ ഒരു അവസ്ഥയായിട്ടുള്ള യാത്രയല്ലേ. പിന്നെ നേരെ പോയി കാമാക്കിയില് പോയി. ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ. പിന്നെ ആ എല്ലാ സന്തോഷം പോയില്ല. അമ്മയാണ് മരിച്ചു കിടക്കുന്നത്. അമ്മയെ കാണാനും ഒന്നിനും വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ച് ഫ്ലൈറ്റും ഇല്ല ഇങ്ങോട്ട് ഇവരെ കയറ്റി വിടാം. പിന്നെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ. ആസാമിലല്ലേ കിടക്കണം. അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിന്നുപോയി. 2-3 ദിവസം ഇവരിൽ നിന്ന് ഇതാക്കി വരണ്ടേ. കാരണം സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും? സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഭാര്യയായിട്ട് ടൂർ പോയെന്ന് വിചാരിക്കുള്ളൂ. എന്റെ ആവശ്യത്തിനല്ല ഞാൻ പോയത്. ഒരുപാട് ജനങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട്. നമ്മുടെ അബാക് മീഡിയയിൽ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ ഗംഗാമയെന്ന് വിളിക്കണ, എന്റെ ശബ്ദം കേൾക്കുമ്പോ കരയുന്ന ഒരുപാട് പേരുണ്ട് സന്തോഷം കൊണ്ട്. അല്ലെങ്കിൽ എന്നെ കേൾക്കുമ്പോ ഗംഗാമ ഒന്ന് സംസാരിച്ചല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത്രയും എന്റെ ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണ. കഴിഞ്ഞ മാസം മാർച്ച് മാസത്തിൽ ബുക്കിംഗ് എടുത്തിട്ട് ടാരോ റീഡിംഗ് ബുക്ക് ചെയ്തിട്ട് ഏപ്രില് ബുക്ക് ചെയ്ത് തരും. മെയ് ഫുൾ എന്നെ കാത്തിരുന്നു. ഇപ്പോഴും അവർ കാത്തിരിക്കുക. കാരണം മെയ് യാത്ര ആയ കാരണം കൊണ്ട്, സ്പിരിച്വൽ യാത്ര ആയ കാരണം കൊണ്ട് അത്രയും റെസ്പെക്റ്റോട് കൂടി ഇരിക്കുന്ന ഒരുപാട് പേര്. അപ്പൊ ആ യാത്രയിൽ എനിക്ക് ആകെ വിഷമായത്, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു ഈ കാമാഖ്യ യാത്ര. അവിടെ പറഞ്ഞ ശക്തയുടെ പുണ്യഭൂമി എന്ന് തന്നെ പറയാം. അത്ര എനർജി ഫീൽ ചെയ്യും നമുക്ക്. 1 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് എനർജി ഫീൽ ചെയ്യും. കാരണം അവിടെ ദശമഹാവിദ്യകളുണ്ട്. ചുറ്റുപാടും ഭഗവതിയുടെ 10 വിഭൂതികളുണ്ട്. അത് കൂടാതെ നിത്യം അവിടെ ബലിയാണ്. ആടിനെ കൊണ്ടുവന്നിട്ട് അവരവിടെ വിട്ടുപോകും. അതായത് വഴിപാട്, നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാട് കൊടുക്കില്ലേ, അവിടെ ആടിനെയും പ്രാവിനെ വീട് വെക്കണം. ഞാൻ ഒരു കുട്ടി കൊണ്ടുവന്ന് പ്രാവിനെ വെക്കുമ്പോൾ ചോദിച്ചു എന്താ. അപ്പൊ വീട് വെക്കാൻ വേണ്ടിയിട്ട് അവര് പ്രാർത്ഥിക്കണത് 2 പ്രാവുകളെ കൊണ്ടുവന്ന് വിടലാണ് അവര് പ്രാർത്ഥിക്കണത്. അപ്പൊ നിത്യം ഈ ദശമഹാവിദ്യകളുടെ മുമ്പിലെല്ലാം ബലി നടക്കണുണ്ട്. അപ്പൊ തന്നെ എനർജറ്റിക് അല്ലേ. ഭഗവതിയുടെ 10 വിഭൂതികളും ചുറ്റുപാടും ഇരിക്കുമ്പോ അതിന്റെ എനർജി നമുക്ക് 1 കിലോമീറ്റർ അപ്പുറത്തൊന്ന് ശരിക്കും ഇതൊന്ന് തള്ളു പറയാന്ന് പറയും. ചിലപ്പോ തള്ളൊന്നല്ല, അത് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കാശിയിലാണ് ഫീൽ ചെയ്യുക. എനർജി 1 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് എനർജി ഫീൽ ചെയ്യും. അപ്പൊ അത് കാരണം ജപത്തിന് വേണ്ടി പോയെങ്കിലും സന്തോഷകരമായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നിയോഗമാണല്ലോ. കാരണം ഈ 9-ാം തീയതി ഞങ്ങള് 1-ാം തീയതി പോയിട്ട് 6-ാം തീയതി തിരിച്ചു വരേണ്ടവരായിരുന്നു. ആ സമയത്ത് ടിക്കറ്റ് കിട്ടിയില്ല. 12-ാം തീയതിയാണ് തിരിച്ചപ്പോ ഞാൻ ദേവി ഭാഗവതം എന്റെ കൂടെ എന്നും കരുതുന്നൊരു കാര്യമാണ് ദേവി ഭാഗവതം. അപ്പൊ ഭാഗവതം എടുത്തു നോക്കി വെക്കുമ്പോ ഗംഗാദേവി കാമാഖ്യനെ കാണാൻ പോവാണ്. അങ്ങനെ ജാനവി മഹർഷി ഗംഗന് വിഴുങ്ങി. എന്നിട്ട് അപ്പോ നമ്മുടെ ഭഗീരഥൻ രാജാവ് പിതൃക്കൾക്ക് പുണ്യം അതായത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗീരഥൻ ഗംഗനെ കൊണ്ടുവരുന്നത് സ്വർഗത്തു നിന്ന്. അപ്പോ ഈ ഗംഗയ്ക്ക് കാമാഖ്യനെ കാണാൻ പോകാൻ പറ്റിയില്ല. ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ തന്നെ അത് ടിക്കറ്റ് ബുക്ക് ചെയ്യലും കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കണത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് യാത്രയിൽ തടസ്സം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ വീട്ടിലുണ്ട്, ഹോസ്പിറ്റലൊന്നും ഇല്ല, അസുഖമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തോ ഒരു തടസ്സം നമുക്ക് കാണിക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യും, ടിക്കറ്റും ബുക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും നോക്കാം. 2ാമത് ആധാർ കാർഡ് എടുത്തപ്പോഴും നഷ്ടപ്പെടുക വർദ്ധിക്കും, അത് തന്നെയാണ് കിട്ടിയതും. അപ്പോഴും എന്തുട്ടേ നഷ്ടപ്പെടുക എന്നുള്ളത്. കാരണം അമ്മയ്ക്ക് അപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വരണടുത്ത് വെച്ച് കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ യാത്ര തിരിച്ചതാണ്.
അപ്പൊ ആ ഭാഗവതം എനിക്ക് ഈ കാട് വരനാട്ടി മുന്നേ ഒക്കെ ഞാൻ എന്തിനും സ്വീകരിക്കുക ഈ ഭാഗവതാണ് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ ഗംഗനെ ജാനകി മഹർഷി വിഴിഞ്ഞ കാരണം കൊണ്ട് ഗംഗയ്ക്ക് കാമാക്കിനെ കാണാൻ പോകാൻ പറ്റില്ല, തടസ്സമായി പോയി. ഗംഗ തിരിച്ച് ഭഗീരഥന്റെ കൂടെ ഇങ്ങോട്ട് പോരുക ചെയ്ത്. ഇതേ അവസ്ഥ തന്നെയാണ്, ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോരേണ്ടി വരുമോന്നായി സിറ്റുവേഷനിലെത്തി. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവരോട് പോന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. പക്ഷെ ഇവര് പറഞ്ഞു സാറില്ലേ നമുക്ക് അങ്ങനെ കാശിയിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷത്തിൽ രണ്ടാമത്തെ തവണയും കാശിയിൽ പോവാൻ ഭാഗ്യം കിട്ടി. 8 ദിവസം കാശിയിൽ നിന്നു. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട്, അപ്പൊ ഇവരെനിക്ക് വേണ്ടി കാമാക്കിക്ക് വന്നപ്പോ ഇവർക്ക് വേണ്ടി ഞാൻ കാശിയിൽ പോയി. അവിടെ അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 8 ദിവസം നിന്നു. അതായത് ടോട്ടൽ 19 ദിവസം നിന്നു. 16 ദിവസം ബലി, എല്ലാ ബലിയും ചെയ്ത് 16ാം ദിവസം എല്ലാ കർമ്മങ്ങളും അമ്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പൊ അത് കാരണോണ്ട് എനിക്ക് കുറെ റീഡിങ് കൊടുക്കാൻ പറ്റിയില്ല. കുറെ ആൾക്കാർക്ക് റീഡിങ് ബുക്ക് ചെയ്ത കാരണോണ്ട് റീഡിങ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ കാശിയും കാമാക്കി അപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പോവാറുണ്ട്, മുമ്പേ പോവാറുണ്ട് ആത്മീയ യാത്രകൾ. പക്ഷെ കാമാക്കിയിൽ പോയ ഒരു യാത്ര ആ ബുക്കിൽ കണ്ട പോലെ തന്നെ, അതായത് ആ ഭാഗവതത്തിൽ കണ്ട പോലെ തന്നെയായി. മനസ്സുകൊണ്ട് ഒരു തൃപ്തിയില്ലാത്ത ഒരു യാത്രയായി പോയി. കാരണം ഒരു വിഷമല്ലേ, അമ്മ മരിച്ചു എന്നുള്ളൊരു വിഷമം, അങ്ങനെ ഒരു യാത്രയായി പോയി അത്.